ഞാനിവിടെ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഞാൻ നേരെ നോക്കുന്നത് ഈ തെക്ക് വശത്തുള്ള വാതിലിലേക്കാണ്. ആ വാതിലിൻ്റെ താഴുമാറി അത് തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ തോമസ് ചേട്ടന് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഞാൻ വന്നപ്പോൾ എന്നെ കണ്ടു, ഇറങ്ങി വന്നു, സംസാരിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിച്ചുകൊണ്ട് തന്നു. 4 മണി 4:30 ആയപ്പോൾ തോമസ് ചേട്ടന് താഴെ പാഴ്സനേജിൽ ഇറങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു വണ്ടി കൂതാശ ചെയ്യാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 5 മണിയാകുമ്പോൾ ഞാൻ തോമസ് ചേട്ടൻ അപ്പം 2-3 ശോശപ്പ പള്ളിക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ തോമസ് ചേട്ടനെ കൊടുത്തിട്ട് പറഞ്ഞു, അത് തോമസ് ചേട്ടൻ അവിടെ വെച്ചേക്ക്, സന്ധ്യാ നമസ്കാരം നടത്തിയിട്ട് അത് കൂതാശ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് തോമസ് ചേട്ടൻ അത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കയറി വന്നതാണ്. 4:45 ഒരു 5 മണി സമയമായപ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കയറി വരേണ്ടതല്ല, കാരണം 5:30 5:45 സമയത്താണ് സന്ധ്യാ നമസ്കാരം ഇവിടെ ആരംഭിക്കുന്നത്, നടത്താൻ പതിവുള്ളത്. പക്ഷേ കുറച്ച് സമയം പള്ളിയിൽ ഇരിക്കാം എന്ന് കരുതി ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഞാൻ ആ വാതിലിലൂടെ, ആ തെക്കേ വാതിലിലൂടെ പ്രവേശിച്ച് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ഒരു കട്ടിലുണ്ട്, അവിടെയാണ് തോമസ് ചേട്ടന് കിടക്കാറുള്ളത്. ഞാൻ വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച, തോമസ് ചേട്ടന് ഷർട്ടും മുണ്ടുമാണ്, വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് തോമസ് ചേട്ടൻ്റെ വേഷമെന്ന് പറയുന്നത്. എന്നാൽ ആരാധനാ സമയത്ത്, വിശുദ്ധ കുർബാന സമയത്ത്, നമസ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് തോമസ് ചേട്ടന് ഒരു വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ധരിച്ച് ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ ധൂപക്കുറ്റി കത്തിച്ചു വെച്ചിട്ടുണ്ട് ഒരുക്കത്തോടുകൂടെ. പക്ഷേ ഞാൻ തോമസ് ചേട്ടനെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കട്ടിലെ കിടന്നുകൊണ്ട് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. അപ്പം ചെവിയിൽ ഫോണുണ്ട്. ആദ്യമേ ഞാൻ ചിന്തിച്ചത് ആരോട് വളരെ ചെറുതായിട്ട് അയ്യോ അയ്യോ എന്ന് ഇങ്ങനെ പറയുന്നു, ഉച്ചത്തിലല്ല. അപ്പം ഞാൻ വിചാരിച്ചു ആരോടോ എന്തോ സംസാരിച്ച് എന്തോ കേട്ടിട്ട് പ്രയാസപ്പെട്ട് പറയുവാണെന്ന്. ഞാൻ ഒരു കാല ഈ പള്ളിക്കകത്തേക്ക് വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ തോമസ് ചേട്ടനോട് ചോദിച്ചു, തോമസ് ചേട്ടാ എന്തോ പറ്റി എന്ന് ചോദിച്ചപ്പോൾ ചങ്കിന് വേദന എടുക്കുന്നച്ചാ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഞാൻ കയ്യിൽ മൊബൈൽ ഫോൺ എടുത്തിട്ടില്ല. തോമസ് ചേട്ടൻ്റെ മൊബൈലിൽ നിന്ന് തന്നെ ഞാൻ ഇവിടുത്തെ ട്രസ്റ്റി ജോണി ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന്, വണ്ടിയുള്ള ആരെങ്കിലും വിളിക്കണമല്ലോ, അതിന് ഞാൻ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് പള്ളിയിലുള്ള മാത്യൂസിനെ ഞാൻ വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞ് അത്ര സമയം കൊണ്ട് ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ അഞ്ചേരിലെ ഇടവകയിൽപ്പെട്ട അഞ്ചേരിലെ ബിനിച്ചേട്ടൻ്റെ മകന് വണ്ടിയുമായിട്ട് വന്നു. ആ വണ്ടിയിൽ ഞാനും ബിനിച്ചേട്ടൻ്റെ മോനും കൂടെ പിടിച്ച് എടുത്താണ് വണ്ടിയെ കയറ്റി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത്. സത്യത്തിൽ അത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്തു കഴിഞ്ഞ് ഓക്കെ ആകും, നേരെയാകും എന്ന് കരുതി ആ പോയ പോക്ക് സത്യത്തിൽ വലിയ ഒരു വൈകാരികതയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്. കാരണം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ ഒരു കാർന്നോരു സ്ഥാനത്ത് നിൽക്കുന്നത്, കാടിനുള്ളിൽ മരത്തെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ കാടിനുള്ളിൽ മരത്തെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരത്തെയും അറിയുന്നത് പോലെ ഈ ഇടവകയിലെ ഓരോ ജനങ്ങളെയും അറിയുന്നതായ ഒരു ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം. ഇന്നേ വരെ ഒരു മനുഷ്യനോട് പോലും അല്ലെങ്കിൽ ഇച്ചി പോന്നോ മുഖം കറുപ്പിച്ചൊരു വാക്കോ ഒന്നും പറയാത്തതായ ഒരു തോമസ് ചേട്ടന് ഞാൻ ഈ ഇടവകയുടെ ശുശ്രൂഷയിലേക്ക് വന്നിട്ട് ഒരു 4-5 മാസമേ ആകുന്നുള്ളൂ. എനിക്ക് മുമ്പിൽ ഇവിടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ക്രിസ്തച്ചൻ. അച്ഛൻ എന്നോട് തോമസ് ചേട്ടനെ പറ്റി പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, ഒരു അപ്പച്ചൻ ഒരു വിശുദ്ധനായ മനുഷ്യനാണ് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെനുവിനിറ്റി, ആത്മാർത്ഥത, സമർപ്പണം, ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ അത് തോമസ് ചേട്ടനെ കണ്ടു തന്നെ പഠിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഒരു കുർബാന ഉള്ളതിൻ്റെ തലേ ദിവസം സത്യം പറഞ്ഞാൽ ശുശ്രൂഷകൻ ഒരു 4 മണി 5 മണിയായിട്ട് വന്ന അപ്പമൊക്കെ കുഴച്ച് വെച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ വൈദികൻ വരുന്നതിന് മുമ്പേ തന്നെ തോമസ് ചേട്ടൻ ഇവിടെ വന്ന് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും തോമസ് ചേട്ടന് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ഹൗസ് വിസിറ്റ് നടത്തുന്ന സമയത്ത് ഞാൻ യാക്കോബ് റമ്പാച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഒരേപോലെ ചെത്തി വൃത്തിയാക്കിയ വിറകെന്ന് പറയാൻ പറ്റത്തില്ല, കനം കുറഞ്ഞ കമ്പുകൾ ഒരേ നീളത്തിലുള്ളത് ഇങ്ങനെ ഉണക്കാൻ അടുക്കിയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അവത്തേലൊന്ന് നോക്കി, ഞാനൊന്നും ചോദിച്ചില്ല. അപ്പം ഞാൻ അവത്തെ ആ വിറകയിൽ നോക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഞാൻ തിരിച്ച് തോമസ് ചേട്ടന് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛാ എൽദോ ശുശ്രൂഷയ്ക്ക് വേണ്ടി, തീജ്വാല ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് ഞാൻ ചെത്തി എടുത്ത് അത് ഉണക്കാൻ അത് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ഒരു ഒക്ടോബർ, നവംബർ,
ഒരു മാസം കഴിഞ്ഞ് ഞാൻ കഴിയുന്നതായ ഒരു കാര്യമാണ്. ഈ പള്ളി തോമസ് ഏട്ടന് ജീവനായിരുന്നു. വന്ധ്യനായ MM പ്രകാശൻ തോമസ് ഏട്ടന് ജീവനായിരുന്നു. ഞാൻ ശനിയാഴ്ച ഇവിടെ വരുമ്പോൾ എനിക്കൂടുള്ള ആഹാരം കരുതിക്കോട്ടാണ് തോമസ് ഏട്ടൻ കൊണ്ടുവരുന്നത്. തോമസ് ഏട്ടൻ അത് കൊണ്ടുവരുമ്പോഴേ ഞങ്ങൾ ഒരുമിച്ച് താഴെ ഇരുന്ന് ഭക്ഷണം ഇതൊക്കെ പറയുമ്പം എനിക്ക് വല്ലാത്തതായ ഒരു ഇതില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഇരുന്ന പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ തോമസ് ഏട്ടൻ്റെ കുടുംബത്തെ പറ്റി പറയും. ഒസ്താത്യോസ് തിരുമേനിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒസ്താത്യോസ് തിരുമേനി കാലങ്ങൾക്ക് മുമ്പ് മൂന്നാറ് വന്നതും അന്ന് തോമസ് ഏട്ടൻ്റെ സഹോദരങ്ങൾ ഒസ്താത്യോസ് തിരുമേനിയോടൊപ്പം ശുശ്രൂഷയ്ക്ക് പോയതും അവരാരും ഈ പൗരോഹിത്യത്തിലേക്ക് വന്നില്ല എന്നൊക്കെ ഒരു വേദനയോടെ പറയുമ്പോഴും തോമസ് ഏട്ടൻ്റെ വലിയ ഒരു സന്തോഷം റംബാച്ചനായിരുന്നു. ഞാൻ എപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ ഓർക്കാറുള്ള കാര്യമാണ്. റംബാച്ചൻ്റെ ജീവിതത്തിൽ റംബാച്ചന് എന്തെങ്കിലും ബ്ലെസ്സിങ് ഉണ്ടായെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഈ കിടക്കുന്ന തോമസ് ഏട്ടനാണ് എന്നുള്ളത്. കൃപ നിറഞ്ഞവനായിരുന്നു തോമസ് ഏട്ടന്. കൃപ നിറഞ്ഞവനായിരുന്നു തോമസ് ഏട്ടന് എന്നുള്ളത്. തിരുവചനത്തില് മാലാഖ മറിയത്തിനോട് പറയുന്നുണ്ട്, കൃപ നിറഞ്ഞുള്ളത് എനിക്ക് സമാധാനമെന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആർക്കെങ്കിലും കേൾക്കാൻ അത് യോഗ്യതയുണ്ടെങ്കിൽ, ആരുടെയും യോഗ്യത അളക്കാൻ ഞാൻ ആളല്ല എങ്കിലും ഞാൻ ഉറപ്പോടെ പറയുന്നു, കൃപ നിറഞ്ഞവനായിരുന്നു തോമസ് ഏട്ടന് എന്നുള്ളത്. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിരുന്നു തോമസ് ഏട്ടന് എന്നുള്ളത്. ഇവിടുത്തെ കുർബാനയ്ക്ക് ഈ പള്ളിയിലെ വാങ്ങിപ്പോയവരുണ്ടെങ്കിൽ ആ ഏത് വീട്ടിലെയാണോ അവരുടെ വാങ്ങിപ്പോയവരുടെ പേരുകൾ ഓഫീസിൽ നിന്നല്ല തോമസ് ഏട്ടന് ഓർത്ത് അത് ത്രോണോസയിൽ അത് ഓർക്കാൻ എഴുതി തരുന്ന ഒരു പതിവ് തോമസ് ഏട്ടന് ഉണ്ട് എന്നുള്ളത്. ഈ ഇടവകയുടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് പറയുന്ന ആ വാക്യം ഏറ്റവും അനുയോജ്യമായി ചേരുന്നത് തോമസ് ഏട്ടനാണ്. മോശയുടെ വിയോഗത്തെ പറ്റി തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ കണ്ണു മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ തോമസ് ഏട്ടൻ്റെ ഈ കിടക്കുന്ന മൃതമായ ശരീരത്തിൽ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന് പറയുന്നതായ തലത്തിലേക്ക് ഒരു ഉറങ്ങിക്കിടക്കുന്നതായ ആ മുഖത്തിൻ്റെ നിറത്തിനോ അല്ലെങ്കിൽ ഭാവത്തിനോ യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറയാനാണെങ്കിൽ നിരവധി ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധമായ ജീവിതം നയിച്ച പിതാക്കന്മാരെ പറ്റി പൗരോഹിത്യ സ്ഥാനികളെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കുമെങ്കിലും ഒരു അൽമായൻ എന്ന നിലയിൽ വിശുദ്ധി നിറഞ്ഞതായ ഒരു ജീവിതം ജീവിച്ച് 72 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ അതിൽ മെജോറിറ്റി 43 വർഷം മദ്ബഹ ശുശ്രൂഷ രംഗത്ത് ഒരു കുറവും വരാതെ ഈ അവസാന നിമിഷം വരെ ഒരുക്കത്തോടുകൂടെ തന്നെ ജീവിച്ച ഒരു ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തോമസ് ഏട്ടന് എന്നുള്ളത് ഈ സമയത്ത് പ്രാർത്ഥനയോടുകൂടെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഈ ഇടവക കുടുംബത്തിൻ്റെ ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ, എല്ലാ പ്രിയപ്പെട്ടവരുടെ നാമത്തിൽ ഉള്ളതായ അനുശോചനങ്ങളും ആദരവുകളും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇടവകയുടെ ആദരവിൻ്റെ ഭാഗമായിട്ട് മൃതശരീരത്തിൽ ശോശപ്പ ട്രസ്റ്റി സെക്രട്ടറിയും ചേർന്ന്